സീത ദേവിയെ അഭിനയിക്കുമ്പോൾ താങ്കൾക്ക് ഏതെങ്കിലും നിമിഷത്തില് ആത്മീയമായ എന്തെങ്കിലും മനസ്സിൽ അനുഭവപ്പെട്ടിരുന്നുണ്ടോ? ഒരുപാട് തവണ ക്ഷേത്രത്തിൽ വെച്ച് ഷൂട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരുപാട് അനുഭവങ്ങളും പേഴ്സണലി വളരെയധികം എന്താ പറയുക ഒരുപാട് അനുഭവം പ്രത്യേകിച്ച് വാക്കുകളിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അനുഭവം അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യുന്നത്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഒരു ദേവിയായിട്ടൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീരിയൽ മൊത്തത്തിലൊരു ദേവിയായും അതേപോലെ തന്നെ ഒരു സാധാരണ ഒരു സ്ത്രീയുടെ ക്യാരക്ടർ രണ്ടും ചെയ്യുന്നുണ്ട്. വിദ്യാമാനുള്ള സെറ്റിൽ വരാനൊക്കെ ഇഷ്ടമാണോ? അഭിനയിക്കാൻ സെറ്റിൽ വരാനും കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് ചില സീരിയലൊക്കെ ഇങ്ങനെ ഫണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ താങ്കൾ ഈ സീരിയലിൽ വില്ലൻ കഥാപാത്രമാണല്ലേ ചെയ്യുന്നത്? ഓക്കെ, അപ്പം ഈ ക്യാരക്ടർ സ്വീകരിക്കാൻ താങ്കൾ പ്രേരിപ്പിച്ചത് എന്താണ്? അതിൽ പെട്ടെന്ന് വന്നൊരു ഓഫറാണ്. പക്ഷെ അങ്ങനൊരു അമ്മ മൂകാൻ്റെ പോലെ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് അതിൽ ഏത് ക്യാരക്ടർ ചെയ്താലും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും തോന്നി അങ്ങനെ ചൂസ് ചെയ്തതാണ്. കഥാപാത്രം നിങ്ങൾ എങ്ങനെ മെന്റലി പ്രിപ്പയർ ചെയ്തിരിക്കുന്നു? മെന്റലി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡയറക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ. അതിനെക്കാട്ട് വലിയൊരു പ്രിപ്പറേഷൻ ഇല്ല. കാരണം അവർ വിചാരിക്കുന്നത് നമ്മുടെ അവർക്ക് ആവശ്യമുള്ള എന്താണ് കണ്ടന്റ് എന്നുള്ളത് അവർക്ക് കൊണ്ടുവരാൻ പറ്റും. കഥാപാത്രമായി താങ്കളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? പേഴ്സണൽ ലൈഫിൽ സിമിലാരിറ്റി വരാൻ കഴിയില്ല. കാരണം എല്ലാം ഒരു മേക്ക് ബിലീഫ് അല്ലേ. ഒരു സ്റ്റോറിയിൽ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നു, ക്യാരക്ടർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളവിടെ പെർഫോം ചെയ്യുന്നത്. റിയൽ ലൈഫായിട്ട് അതിന് ബന്ധമൊന്നും ഉണ്ടാവില്ല. God. Okay.